ഇപ്പൊ പിന്നെ എന്താ ഈ 2026 ഈ 2026 മെണപ്പുണ്ടാവാൻ കാരണം എന്താ? VD സതീശനാണെന്നോ? VD സതീശൻ തിരുവനന്തപുരത്തിരിക്കും. അതെ, ഇങ്ങോട്ട് വരികയല്ല, അവിടെ ഇരുന്ന് ഭരിക്കും. പോലീസിനെ വിടും. ഞങ്ങളൊരു പുല്ലുപോലെ ഇതെല്ലാം കാണുന്നത്. പോലീസിനെ പുല്ലുപോലെ കടന്ന് ഞങ്ങള് പിന്നെ ഫോറസ്റ്റുകാര് കതറ് വലിച്ചൊന്നുകൊടുന്ന് ഫോറസ്റ്റുകാരെ ഞങ്ങൾ ഉപയോഗിക്കുമോ? അങ്ങനെ ഒരു വിഷയം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ നേരിടും. മര്യാദക്കല്ലോ മര്യാദ നടക്കുകയല്ല. നിനക്കൊക്കെ ഉണ്ടല്ലോ വീടും കുടുംബവും ഇല്ലേ ഞങ്ങളെ പോലെ? ഭാര്യയും കുട്ടികളും ഒക്കെ ഇല്ലേ? ഇവിടെ ജീവിക്കണം. അമരാവതിയിലും എന്തിന്? അമരാവതിയില്, അയ്യപ്പൻകോവില്, ചുരുളിയില്, കീരിത്തോട്ടില്, വണ്ണപ്പുറത്ത്, ആനച്ചാലില് എണ്ണമറ്റ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കേരള കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴെല്ലാമാണ് ഈ മണ്ണിൽ കൃഷിക്കാരെ സംരക്ഷിക്കുകയും പട്ടയം കൊടുക്കുകയും ചെയ്തു എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോഴെല്ലാം നമുക്ക് പാടയാണ് എണ്ണം പണിത്. പക്ഷെ ഈ പാട ഈ 2026 ചെലവാകിയല്ല, അവിടെ കൊണ്ട് എന്ന് വെച്ചാൽ മതി. ഇങ്ങോട്ടെടുത്താൽ വഴിയെ നടക്കുകയല്ല, ഫോറസ്റ്റാണ്, പോലീസാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുകയില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞേക്കാം. പിന്നെ നിയമസമാധാന നില മാങ്ങാ തേങ്ങയിൽ നിന്നും പറഞ്ഞ് ഞങ്ങളുടെ നില ആരും വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ഇവിടെ എത്രയെത്ര സമരങ്ങൾ നടത്തി, എത്രയെത്ര പോരാട്ടം നടത്തി ഈ മണ്ണിൽ ഉറച്ചു നിന്നത്. ഇടുക്കി ജില്ല രൂപം കൊണ്ടുവരാൻ തന്നെ ഞങ്ങളല്ലേ? അല്ലേ? ഇത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നില്ലേ? തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗം കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. ആ കോട്ടയം ജില്ലയുടെ ഭാഗമായ തൊടുപുഴ താലൂക്കും ഇടുക്കി ജില്ലയുടെ കോട്ടയം ജില്ല എറണാകുളം ജില്ലയുടെ ഭാഗമായ തൊടുപുഴ താലൂക്കും കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടുക്കി ജില്ല രൂപം കൊണ്ടതാണ്. ഈ ഇടുക്കി ജില്ല രൂപം കൊണ്ടത് പ്രിയമുള്ളവരെ, ഈ മണ്ണിൽ ഉറച്ചു വന്ന മലയോര ജനത, മലയോര കൃഷിക്കാരൻ ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് ഈ മണ്ണിൽ ഉറച്ചു നിന്നതെന്ന കാര്യം ഭരണാധികാരികൾ അവരുടെ ഉമ്മാക്കിയൊന്ന് ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല കൃഷിക്കാരന്റെ അടുത്തെന്ന് ബോധ്യപ്പെടുത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഈ മണ്ണിൽ ഉറച്ചു നിന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇപ്പൊ എന്താ ഈ കഴിഞ്ഞ ദിവസം വരെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കളർധാരികൾക്ക് ഇവർക്ക് കാക്കിധാരി സതീശനും ലഭിക്കും. സതീശന്റെ അങ്ങോട്ട് സെക്രട്ടേറിയറ്റിലേക്ക് വിടും ഞങ്ങൾ വേണ്ടി വന്നാൽ. ആളെ കൂട്ടി മലയോര ജനതയെ മുഴുവൻ കൂട്ടും. കാരണം ഈ മണ്ണിലെ ജനങ്ങൾക്കെതിരെയാണ് ഇപ്പം ചുള്ളിപ്പതാരിലോ കീരിത്തോട്ടിലോ അവിടെ തുടങ്ങുന്ന ഈ ഭീഷണി ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരനെല്ലാം ബാധകമാകുന്ന പ്രശ്നമാണ്. ആ നിലയിലായിരിക്കും ഞങ്ങൾ ഈ പ്രശ്നം കാണുന്ന കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് മര്യാദകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. സമയമില്ല. നമ്മുടെ തലയ്ക്ക് നേരെ അടി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തായാലും നമ്മൾ തടുപ്പുണ്ടോ? അല്ല, എന്നാ തലയ്ക്ക് നേരെ അടി വരുമ്പോ തല ജോലി കാണിച്ചു ഒരു തൈ മേടിക്കുകയാണോ പതിവ്? അല്ലല്ലോ. നമ്മൾ ചെറുപ്പം നിൽക്കുമല്ലോ. ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയുമല്ലോ. അതെന്ന് ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ പ്രധാനം ഇല്ലേ ഈ മണ്ണിൽ. അതുകൊണ്ട് സതീശന്റെ ഗവൺമെന്റിന് ഉമ്മാക്കി കാണിക്കാൻ തോന്നുന്നുവെങ്കിൽ അതങ്ങ് വെച്ചാൽ മതി, ഇങ്ങോട്ടെടുക്കണ്ട. ഇടുക്കി ജില്ലയിൽ എടുത്താൽ ഞങ്ങൾ ചീട്ടെഴുതി തരും. നിങ്ങളിവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ജനങ്ങളെ കൂട്ടും, മലയോര ജനതയെ കൂട്ടിക്കൊണ്ട് ചെറുപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം പ്രിയമുള്ളവരെ കൃഷിക്കാർ ഓർക്കണം. ഞാൻ പറയാം, പിണറായി വിജയനോട് വിളിച്ചപ്പോ ധൈര്യം തോന്നിയിട്ടല്ലേ ഈ ഫോറസ്റ്റുകാരന്മാർക്ക്, കഥകാരികൾ അല്ല ഈ കാക്കിധാരികൾക്ക്
PS അച്യുതാനന്ദനും പിണറായി വിജയനും നായനാരും ഭരിച്ചപ്പോ തോന്നിയില്ലല്ലോ. കഥകാരിയായ സതീശൻ വന്ന് കഴിഞ്ഞപ്പോഴാണ് സൂക്കേട് തുടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ കൃഷിക്കാര്. അതാ അതിനാ സൂക്കേട്. ആ സൂക്കേട് തീർത്ത് വിടാൻ പറ്റും, ശക്തമായി നേരിടും. ഒരു കാര്യ ഫോറസ്റ്റുകാർ പിന്നെ സതീശൻ അവിടെ തിരുവനന്തപുരത്ത് പറയുകയുള്ളൂ. ഇപ്പൊ ആരാ എന്റെ ഫോറസ്റ്റിന്റെ മന്ത്രി? ഷിബു ബേബിയിലുണ്ട്. അയാളുടെ പിതാവിന്റെ കാലം മുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. പിന്നെ അതിന് ഷിബു ബേബിയിലുണ്ട്. അന്നൊക്കെ വലിയ പേരുണ്ടായിരുന്നു. അന്നൊന്നും പറഞ്ഞു ഞങ്ങളെ ഉമ്മാക്കി കാണിക്കാൻ പേടിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾ ഇതിനെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേലിൽ ഫോറസ്റ്റുകാര് ഇവിടെ മലയോര ജനത കൃഷിക്കാരെ ശല്യം ചെയ്താൽ എല്ലാ തലത്തിലും സമിതികൾ രൂപീകരിച്ച് നേരിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കൃഷിക്കാരെ അണിനിരത്തി വേണ്ടി വന്ന തിരുവനന്തപുരത്തേക്കും കളക്ടറേറ്റിലേക്കും പോകണം. ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ മാത്രമല്ല, കളക്ടറാണ് ജില്ലയിലെ ഭരണാധികാരി. അയാൾ എന്നെ വായു നോക്കിയിരിക്കുകയാണോ എന്ന കാര്യം നമുക്കറിയേണ്ടതുണ്ട്. ഏതായാലും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ചുരുളിയിലും കീരിത്തോട്ടിലും അയ്യപ്പങ്കോലിലും അമരാവതിയിലും ആനച്ചാലിലും വണ്ണപ്പുറത്തും പ്രിയമുള്ളവര് ഈ മണ്ണിൽ ഉറച്ചു നിർത്തുന്നതിന് പൊരുതിയ പാരമ്പര്യമാണ് കീരിത്തോട്ടിലെ കൃഷിക്കാർക്കുള്ളത്, അമരാവതിയിലെ കൃഷിക്കാർക്കുള്ളത്, ഈ പ്രദേശത്തെ കൃഷിക്കാർക്കുള്ളത് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ നിങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്